പറവൂർ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ആചരണവും വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള ഉദ്ഘാടനവും PTA പ്രസിഡന്റ് KB സുഭാഷ് നിർവഹിച്ചു. പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട്. 1973 പരിസ്ഥിതി ദിനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അന്നെല്ലാം വനങ്ങളും സംരക്ഷിക്കുക എന്നതാണെങ്കിൽ ഇന്ന് പരിസ്ഥിതിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ളത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഭൂമിയിൽ നടത്തുന്ന ഏറ്റവും തീവ്രമായ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുക എന്നതാണ് ഈ വർഷത്തെ 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം മാറ്റി ആ ഡമ്പിലിടുകയും ഈ വൃക്ഷത്തൈ നട്ടുകൊണ്ട് നമുക്കും വരുന്ന തലമുറക്കും ഏറെ ശാശ്വതവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വെള്ളത്തിന് നമുക്ക് ഇഷ്ടംപോലെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കുപ്പിവെള്ളം ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഓക്സിജൻ പാർലർ നടത്തേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതിരിക്കുവാൻ നമ്മൾ വളർന്നു വരുന്ന നിങ്ങൾ കുട്ടികൾ ഭാവിക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ട് ഇന്ത്യയെയും ലോകത്തെയും സംരക്ഷിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പാത്രീഭൂതരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂൾ പ്രിൻസിപ്പാൾ V. ബിന്ദു അധ്യക്ഷയായി. പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഒരു തൈ നടുമ്പോൾ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ നടുന്നത്. ഇന്നത്തെ തലമുറ മാത്രമല്ല ഭാവി തലമുറ കൂടി നമ്മൾക്ക് പ്രധാനമാണ്. മരങ്ങൾ നടുന്നതിൻ്റെ പ്രാധാന്യമെല്ലാം നമ്മൾ പലവിധ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മരങ്ങൾ നടുന്നത്, തൈകൾ നടുന്നത് വെറും നടിയിൽ മാത്രമായിട്ട് ഒതുങ്ങരുത്. നിങ്ങളത് പരിപാലിച്ച് വലിയ വൃക്ഷങ്ങളാക്കി വളർത്തേണ്ടതാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ ആശംസ നേരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ MS പ്രീതി സമൃദ്ധി 2024 ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്ക് NSS കൊടുത്തിരിക്കുന്ന പേര് സമൃദ്ധി 2024 എന്നാണ്. അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫലവൃക്ഷ തൈകളാണ് ഈ വർഷം നടുന്നത്. ചെടികളോ പൂക്കളോ ഒന്നും അല്ല വേണ്ടത്, ഫലവൃക്ഷ തൈകൾ. അതായത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന ചെടികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രകാരമാണ് എല്ലാ കുട്ടികളും ഇപ്പോൾ ആഞ്ഞിലി, പുളി, മാവ്, പ്ലാവ്, പേരയ്ക്ക, റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓക്സിജൻ മാത്രമല്ല ഭക്ഷണവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ധാരാളം താഴോട്ട് ഇറങ്ങുന്നതായതുകൊണ്ട് വാട്ടർ ടേബിൾ താഴാതെയും സംരക്ഷിച്ച് നമ്മൾക്ക് ജലലഭ്യത, ശുദ്ധവായുവിൻ്റെ ലഭ്യത, ഭക്ഷണത്തിൻ്റെ ലഭ്യത എല്ലാം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഫലവൃക്ഷത്തൈകൾ ഗ്രാമങ്ങളിൽ വിതരണം നടത്തുകയും ചെയ്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.